മാനം കടത്താൻ വേണ്ടി കുറച്ച് ഉസുറും ഇല്ലാത്ത മലയാളികളുണ്ട്, കുറച്ച് ആൾക്കാർ. ഞാൻ ആ വാഗാ ബോർഡറിൽ പോയി കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞു, പിന്നെ ഭാരത് മാതാക്കി ഭാരത് മാതാക്കി, അത് നമ്മൾ പറഞ്ഞ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് ഇങ്ങനെ പറയാണ് എല്ലാ ആൾക്കാരും, കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളാണ്. അപ്പൊ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവേശമാണ്. നിങ്ങളൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ? അത് പറഞ്ഞപ്പോൾ ഞാൻ സംഖ്യാക്കുക ഉസുറും പുളി മാനം. ഞാൻ ഇനിയും പറയും, ഞാനൊരു ഇന്ത്യക്കാരനാണ്, എപ്പോഴും പറയും ഭാരത് മാതാക്കി ജയ് ഹിന്ദ്. ഇത് എപ്പോഴും ഞാൻ പറയും. അതിന്റെ അടിയിൽ വന്നുകൊണ്ട് ഇങ്ങനത്തെ കുണച്ച നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ പട്ടാളക്കാരെയാണ് പറഞ്ഞത്. കാരണം പട്ടാളക്കാരാണ് പറഞ്ഞത്, ഓരോ നമുക്കൊക്കെ കാവൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ പറഞ്ഞത്. കുഞ്ഞാക്കാ ഇങ്ങനെ പിടിച്ചിക്കാണ്ട് സംഖ്യയ്ക്ക് പറ്റില്ല. ഇന്നെ കുറച്ച് മുന്നേ തന്നെ സംഖ്യയ്ക്ക് പറ്റിക്കണേ. എന്തിന്റെ പേരിൽ അറിയോ? ഇന്ത്യൻ ആർമിക്കാരെ കുറിച്ചാണ് സംസാരിച്ചതിന്റെ പേരിൽ, പല വീഡിയോസിനും നമ്മൾ എതിർത്തിക്കാൻ സംസാരിച്ചതിന്റെ പേരിലൊക്കെ എന്തിരിക്കണേ. ഇന്നൊക്കെ ഏതോ സമയത്ത് എന്തിരിക്കണേ, കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിക്കാണ്ട് എന്നെ സംഖ്യയ്ക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. കുഞ്ഞാക്ക ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് കുഞ്ഞാക്ക ഇവിടെ വിളിച്ച്. അത് വിളിച്ചത് മൂപ്പരാൾക്ക് വിളിക്കാനുള്ള അവകാശമുള്ളത് കാരണം കൊണ്ടല്ലേ ഇവിടെ വിളിച്ചത്. ആൾ ഇന്ത്യക്കാരനാണല്ലോ, അല്ല പാകിസ്ഥാനൊന്നുമല്ലല്ലോ. അപ്പൊ ഈ ഒരു വേർഡ് ഇവിടെ വിളിക്കണത് ഇത്രയും വലിയ ഒരു തെറ്റാണോ? അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ എല്ലാവരും സംഖ്യകളാണോ? ഇനിയിപ്പോൾ ഈ വീഡിയോസിനടിയും കുറേ ഇവിടെ വരും ഈ സംഖ്യ കാരണം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. നിങ്ങൾ വിചാരിച്ചാ നിങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ നിങ്ങൾ വെക്കണ സംഖ്യ വെക്കണം ചേർത്തു എന്നുള്ളത് ഇല്ലല്ലോ. ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആർക്കും എന്ത് ചെയ്യുക, ആ ഒരു വാക്ക് ഉപയോഗിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എൻ്റെ ഒരു വിശ്വാസമാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ. ഞാൻ ഇന്നേവരായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല ഞാനൊരു BJP കാരനാണെന്നും ഒരു RSS ആണെന്നും പിന്നെ അതേപോലെ ഞാൻ ശാഖയിൽ പെക്കണമെന്നും ഇങ്ങനത്തെ ഒരു വാക്കുകളും ഞാൻ ഇന്നേവരായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് കുറച്ച് ആൾക്കാർ എന്നെ വന്നിക്കാണ്ട് ഇതിവിടെ ചാർജ് തരുന്നത്. എന്തായാലും ആ ചാർജ് തരുന്ന ആൾക്കാരോട് ഒന്നേ ഇവിടെ പറയാനുള്ളൂ, ഞാനൊരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരനാകുമ്പോഴേ പറയാനുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. അതിന് നിങ്ങൾ സംഖ്യപ്പെട്ട ചാർജ് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർജിക്കോളി.